പ്രഷർ കുക്കറിൽ മുട്ട വേവിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയിലേക്ക് ഉപ്പ് പിടിക്കാനായിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. കുക്കർ ക്ലോസ് ചെയ്ത് 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് വെന്ത മുട്ടകൾ പുറത്തേക്ക് എടുക്കാം. എളുപ്പം തന്നെ നമുക്ക് മുട്ടകളുടെ തോട് കളയാനായിട്ട് സാധിക്കും. അതേ പ്രഷർ കുക്കറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവോള, 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോള ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി. നമുക്കിതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവോളയും 2 തക്കാളിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് സവോളയും തക്കാളിയും ചേർത്തിട്ടുള്ള ഈ മസാല കൂട്ട് കുക്കറിൽ 1 വിസിൽ വേവിച്ചെടുക്കാം. മസാല റെഡി ആയതിനു ശേഷം നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന മുട്ടകൾ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം.